രാജ്യത്തെ നടുക്കിയ അഹമ്മദാബാദ് വിമാനാപകടത്തിൽ മരിച്ച 6 മൃതദേഹങ്ങൾ കൂടി തിരിച്ചറിഞ്ഞു. ഇതുവരെ 86 പേരെയാണ് തിരിച്ചറിഞ്ഞത്. 38 പേരുടെ മൃതദേഹങ്ങൾ ബന്ധുക്കൾക്ക് കൈമാറി. മുൻ മുഖ്യമന്ത്രി വിജയ് രൂപാണിയുടെ സംസ്കാരം ഇന്ന് വൈകിട്ട് 6 മണിക്ക് രാജ്കോട്ടിൽ നടക്കും. അതേസമയം അഹമ്മദാബാദ് ദുരന്തത്തെക്കുറിച്ച് അന്വേഷിക്കാൻ രൂപീകരിച്ച ഉന്നതതല സമിതിയുടെ ആദ്യ യോഗം ഇന്ന് ഉച്ചതിരിഞ്ഞ് ചേരും. ആഭ്യന്തര സെക്രട്ടറിയുടെ നേതൃത്വത്തിൽ രൂപീകരിച്ച സമിതി ഇതുവരെയുള്ള അന്വേഷണം വിലയിരുത്തും. അപകടത്തിൽപ്പെട്ട 274 പേരുടെ മരണം സംസ്ഥാന സർക്കാരും സ്ഥിരീകരിച്ചിട്ടുണ്ട്. അപകടത്തിൽ മരിച്ച മലയാളി രഞ്ജിത നായരുടെ DNA ഫലം ഇന്ന് ഉച്ചതിരിഞ്ഞ് പുറത്തു വന്നേക്കും. DNA പരിശോധനകൾ തുടരുന്നതിനിടെ അപകടത്തിൽപ്പെട്ടവരുടെ കുടുംബങ്ങൾ സിവിൽ ആശുപത്രിയുടെ മോർച്ചറിക്ക് മുന്നിൽ തടിച്ചുകൂടിയിരിക്കുകയാണ്. ഞായറാഴ്ച ജർമ്മനിയിലെ ഫ്രാങ്ക്ഫർട്ടിൽ നിന്ന് ഹൈദരാബാദിലേക്ക് പുറപ്പെട്ട ലുഫ്താൻസ വിമാനം യാത്ര റദ്ദാക്കി ഫ്രാങ്ക്ഫർട്ടിലേക്ക് തന്നെ തിരികെ പറന്നു. ബോംബ് ഭീഷണിയെ തുടർന്നാണ് വിമാനം തിരികെ പറന്നതെന്ന് ആണ് റിപ്പോർട്ടുകൾ. ജർമ്മനിയിൽ നിന്ന് പറന്നുയർന്ന് കുറച്ചു സമയത്തിന് ശേഷം വിമാനം ഫ്രാങ്ക്ഫർട്ടിലേക്ക് മടങ്ങുകയാണെന്ന് രാജീവ് ഗാന്ധി അന്താരാഷ്ട്ര വിമാനത്താവളത്തിലെ എയർ ട്രാഫിക് കൺട്രോളിന് സന്ദേശം ലഭിച്ചു. ഫ്ലൈറ്റ് വെയർ എന്ന വെബ്സൈറ്റിന്റെ വിവരം പ്രകാരം LH752 എന്ന വിമാനം ഫ്രാങ്ക്ഫർട്ടിൽ നിന്ന് ഉച്ചയ്ക്ക് 2:15 പുറപ്പെട്ടു. രാവിലെ 6 ഹൈദരാബാദിൽ ഇറങ്ങുമെന്നാണ് ആദ്യം പ്രതീക്ഷിച്ചിരുന്നത്. ബോയിങ് 787-9 ഡ്രീംലൈൻ വിമാനമാണെന്നാണ് വെബ്സൈറ്റിൽ പറയുന്നത്. ഹൈദരാബാദിൽ ഇറങ്ങാൻ ഞങ്ങൾക്ക് അനുമതി ലഭിച്ചിട്ടില്ല, അതുകൊണ്ടാണ് വിമാനം യു-ടേൺ എടുത്ത് തിരിച്ചുപോയത്, ലുഫ്താൻസ എയർലൈൻസ് ANA വ്യക്തമാക്കി. എന്നാൽ ഇന്ത്യൻ വ്യോമാതിർത്തിക്ക് പുറത്തായിരിക്കെ ബോംബ് ഭീഷണി ലഭിച്ചതിനാൽ വിമാനം ജർമ്മനിയിലേക്ക് തിരിച്ചുപോയതായി ഹൈദരാബാദ് വിമാനത്താവളത്തിലെ ഒരു ഉദ്യോഗസ്ഥൻ സ്ഥിരീകരിച്ചു. ജൂൺ 13 സമാനമായ ഒരു സംഭവത്തിൽ തായ്ലൻഡിലെ ഫുക്കറ്റിൽ നിന്ന് ഡൽഹിയിലേക്ക് വരികയായിരുന്ന എയർ ഇന്ത്യ വിമാനത്തിന് ബോംബ് ഭീഷണി ലഭിച്ചതിനെ തുടർന്ന് ദ്വീപിൽ അടിയന്തരമായി ലാൻഡിംഗ് നടത്തിയതായി വിമാനത്താവള അധികൃതർ അറിയിച്ചിരുന്നു. ഫുക്കറ്റിൽ നിന്ന് രാവിലെ 9:30 പറന്നുയർന്ന എയർ ഇന്ത്യ വിമാനം ന്യൂഡൽഹിയിലേക്ക് പോകുന്നതിനിടയിലാണ് വഴിതിരിച്ചുവിട്ടത്. 2024 സഹ പൈലറ്റ് ബോധരഹിതനായതിനെ തുടർന്ന് ലുഫ്താൻസ എയർലൈൻസ് വിമാനം 10 മിനിറ്റ് നേരം ആരും നിയന്ത്രിക്കാനില്ലാതെ ആകാശത്ത് പറന്നിരുന്നു. ജർമ്മനിയിലെ ഫ്രാങ്ക്ഫർട്ടിൽ നിന്ന് സ്പെയിനിലേക്ക് സേവിലിലേക്ക് പോകുകയായിരുന്നു ലുഫ്താൻസ വിമാനം. പൈലറ്റ് ശുചിമുറിയിൽ പോയ സമയത്ത് കോക്പിറ്റിൽ വെച്ച് സഹ പൈലറ്റ് ബോധരഹിതയാകുകയായിരുന്നു. തുടർന്നാണ് 10 മിനിറ്റ് നേരം പൈലറ്റിന്റെ നിയന്ത്രണത്തിലില്ലാതെ എയർബസ് A321 വിമാനം പറന്നത്. സഹ പൈലറ്റ് അബോധാവസ്ഥയിലായ സമയത്ത് വിമാനം ഓട്ടോ പൈലറ്റ് മോഡിലേക്ക് മാറിയതിനാലാണ് അപകടം ഒഴിവായത്. രാജ്യത്തെ നടക്കിയ അഹമ്മദാബാദ് വിമാന അപകടത്തെ തുടർന്ന് തുടർച്ചയായി ഓരോ മേഖലയിലും പുതിയ അപകടങ്ങൾ റിപ്പോർട്ട് ചെയ്യുന്നത് ഇന്ത്യയെ വലിയ തോതിൽ പ്രതിരോധത്തിലാക്കിയിട്ടുണ്ട്. കേരള തീരത്തെ കപ്പൽ അപകടങ്ങളും അതോടൊപ്പം തന്നെ ഉത്തരാഖണ്ഡിലുണ്ടായ ഹെലികോപ്റ്റർ അപകടവും വലിയ പാലം തകർന്നുള്ള അപകടങ്ങളുമെല്ലാം തുടർച്ചയായി ഇന്ത്യയിലേക്ക് വരുന്നത് വലിയ തോതിൽ സർക്കാരിനെ കൂടുതൽ പ്രതിരോധത്തിലാക്കിയിട്ടുണ്ട്. സംഭവത്തിൽ എന്തെങ്കിലും തരത്തിലുള്ള അട്ടിമറികളോ മറ്റു സാഹചര്യങ്ങളോ ഉണ്ടോ എന്നുള്ള കാര്യത്തിൽ സുരക്ഷാ ഏജൻസികൾ വളരെ കൃത്യതയോടുകൂടി പരിശോധിക്കുന്നുണ്ട്. ഏതായാലും മോശം കാലാവസ്ഥയും മറ്റു പ്രതിരോധ സംവിധാനങ്ങളെയും എല്ലാം ലംഘിച്ചുകൊണ്ട് നടക്കുന്ന ഇത്തരം അപകടങ്ങളെക്കുറിച്ച് കൂടുതൽ സൂക്ഷ്മമായ അന്വേഷണം അനിവാര്യമാണ്.